എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിടിയും കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പിടിയും കോഴിക്കറിയും. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിടി തയ്യാറാക്കുന്നതിന് ആവശ്യമായ 3 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം എന്നിവ ചതച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിടിക്കുള്ള മാവ് തയ്യാറാക്കി തുടങ്ങാം. ചൂടായ പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ ചതച്ചു വെച്ച വെളുത്തുള്ളി, ജീരകം എന്നിവയുടെ പകുതി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷമാണ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അരിപ്പൊടി കുറേശ്ശെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. മാവ് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടുവാനായിട്ട്. ചൂടായ പാനിൽ തന്നെ ഈ മാവ് വെച്ചാൽ ഡ്രൈ ആകാൻ സാധ്യതയുള്ളതിനാൽ മറ്റൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റാം. ചെറുതായിട്ട് ചൂടൊന്ന് മാറിയതിന് ശേഷം ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് പശ കൂടുതലാണെങ്കിൽ മാവ് കയ്യിൽ ഒട്ടാൻ സാധ്യതയുണ്ട്. അതിനാൽ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിയതിന് ശേഷം വേണം ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. ചെറിയ ഉരുളകളാക്കി വേണം നമുക്ക് ഈ പിടി തയ്യാറാക്കുന്നതിന് ഉരുട്ടിയെടുക്കേണ്ടത്. ഈ ഒരു പാകത്തിന് വേണം എല്ലാ ഉരുളകളും ഉരുട്ടിയെടുക്കാനായിട്ട്. വേഗത്തിൽ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉരുളകളാക്കി എടുക്കുന്നത്. എല്ലാ ഉരുളകളും ഒരുപോലെയാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി പിടി തയ്യാറാക്കി തുടങ്ങാം. ചൂടായ പാനിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് വെള്ളത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ ചതച്ച് വെച്ച ചെറിയ ഉള്ളി, ജീരകം, വെളുത്തുള്ളി എന്നിവ ഈ സമയം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നേരത്തെ ഉരുട്ടി വച്ചിരിക്കുന്ന ഉരുളകൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഉരുളകൾ ഓരോന്നായി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പരന്ന പാത്രത്തിൽ പിടി തയ്യാറാക്കുകയാണെങ്കിൽ ഉരുളകൾ തമ്മിൽ ഒട്ടാതെ കിട്ടും. ഉരുളകൾ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ തിള നിൽക്കും. അല്പനേരം കഴിയുമ്പോൾ തിളക്കുവാനായിട്ട് തുടങ്ങും. അപ്പോൾ മാത്രമേ തവി വെച്ച് ഉരുളകൾ ഇളക്കുവാൻ പാടുള്ളൂ. ഇതിലേക്ക് ചേർക്കുന്നതിനായി 1/4 കപ്പ് തേങ്ങ ചിരകിയത്, വറുത്ത അരിപ്പൊടി 2 ടീസ്പൂൺ, 1/4 കപ്പ് വെള്ളം ചേർത്ത് യോജിപ്പിക്കുക. ഇത് പിടി തയ്യാറാക്കി കഴിയുമ്പോൾ അവസാനം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലെ അരിപ്പൊടിയാണ് പിടി കുറുകുന്നതിന് സഹായിക്കുന്നത്. ഈ ഉരുളകൾ തമ്മിൽ ഒട്ടാതിരിക്കുവാൻ തവി കൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടിയും തേങ്ങ ചിരകിയതും കൂടി ഈ കുറുകി വന്ന പിടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറുകി വരുന്നതനുസരിച്ച് ഇടയ്ക്ക് തവി കൊണ്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ പിടി ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. പിടി തയ്യാറായിട്ടുണ്ട്. ഇതോടൊപ്പം കഴിക്കാൻ പറ്റുന്ന കോഴിക്കറി പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം എന്നുകൂടി നോക്കാം. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ. ഈ ചിക്കനിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായ മസാലകൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഈ മസാലകൾ ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. മസാലകൾ തേച്ച് പിടിപ്പിച്ച ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളി ചൂടായി വരുമ്പോഴേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഒരുപാടങ്ങ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കാം. 12 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യമായ പച്ചമുളക് എന്നിവ ചതച്ചത്, 2 വലിയ സവാള, 2 തണ്ട് കറിവേപ്പില. സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് എടുക്കേണ്ടത്. ഫ്രൈ ചെയ്യാനിട്ട ചിക്കൻ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഒരുപാടങ്ങ് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഈ പാകത്തിന് ചിക്കൻ കിട്ടിയാൽ മതി. എണ്ണയിൽ നിന്ന് ചിക്കൻ കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണയിൽ തന്നെയാണ് ചിക്കൻ കറിക്കുള്ള ഗ്രേവി തയ്യാറാക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് എന്നിവയാണ് എണ്ണയിലേക്ക് ഇട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, വേപ്പില എന്നിവ ഇട്ട് വഴറ്റിയെടുക്കുക. സവാള വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക.
മീഡിയം ഫ്ലെയിമിലിട്ട് വേണം സവാള വഴറ്റാനായിട്ട്. സവാള നന്നായി വഴന്നു വരുമ്പോഴേക്കും പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. വഴന്നു വന്ന സവാളയിലേക്ക് പൊടികൾ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവിയിലെ വെള്ളം വറ്റി എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷമാണ് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഈ കറി ചെറുതീയിലിരുന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഈ സമയത്ത് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ കറി വേവിക്കാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മസാലകളൊക്കെ നന്നായി പിടിച്ച് കറി നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഈ ചിക്കൻ കറി കിട്ടേണ്ടത്. അങ്ങനെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. ഈ പിടിയും ചിക്കൻ കറിയും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.